എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ, നമ്മളടുത്ത് വല്ലതുമുണ്ടെങ്കിൽ നമുക്കൊരുപാട് കൊടുക്കുവാൻ കഴിവുണ്ട് എങ്കിൽ നമ്മളെ കാത്തിരിക്കുവാനും നമുക്ക് കാത്തിരിക്കുവാനും ഒരുപാട് പേരുണ്ടാവും. എങ്കിൽ നമ്മളൊന്നും കൊടുക്കാൻ കഴിയാത്തവനും കൊടുക്കാൻ വേണ്ടി നമ്മുടെ പക്കൽ ഒന്നും ഇല്ലാതെ വരുമ്പോഴും നമുക്ക് കാത്തിരിക്കുവാനും നമ്മളെ കാത്തിരിക്കുവാനും ആരും ഉണ്ടാവില്ല എന്നറിയണം. അപ്രകാരം തിരിച്ചറിയണം. ഇരിക്കുന്ന സമയം കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ തിരിച്ചറിയണം. കൊടുക്കുന്നതും വാങ്ങുന്നതും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. കൊടുക്കരുത്, വാങ്ങരുത് എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് നല്ലതായി തീരണം. നമുക്ക് കിട്ടുന്നതും നമ്മൾ വാങ്ങുന്നതും നല്ലതായി തീരണം. ആരെയും പറ്റിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും പാടില്ലാത്ത രീതിയിലൂടെ ഒന്നും നമ്മൾ സമ്പാദിച്ചുകൂടാ. അത് സ്വത്തുവകകളായാലും സമ്പാദ്യമായാലും ഏത് തരത്തിലുള്ള എന്താണോ നമുക്ക് വേണ്ടത് അതെന്തായാലും ഏതായാലും നല്ലതായി തീരണം. നല്ലത് മാത്രമേ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളൂ. അത് വാങ്ങുകയായാലും കൊടുക്കുകയായാലും നല്ലതായി തീരണം. നല്ലത് കൊടുത്തെങ്കിലേ നമുക്കെപ്പോഴും ആയവ ഗുണപ്രദമായി ഭവിക്കുകയുള്ളൂ. നല്ലതല്ലാത്തത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നതും നല്ലതല്ലാത്തതായി തീരുന്നു. ഇരിക്കുന്ന സമയവും പോകുന്ന സമയവും നമുക്ക് സമ്പാദ്യത്തോട് കൂടിയിട്ട് വേണം പോവാൻ. ദൃശ്യമായിട്ടുള്ള സമ്പത്തുകളൊന്നും നമുക്ക് കൊണ്ടുപോകാനായിക്കൊണ്ട് ഉപകരിക്കില്ല എന്നറിയണം. പോകുന്ന സമയത്തും നല്ലതായി തീരണമെങ്കിൽ അപ്രകാരമുള്ള സമ്പാദ്യമാണ് നമുക്ക് വേണ്ടത്. ആയതിന് ഈശ്വര ഭജനം അത്യാവശ്യമാണെന്നറിയണം. എല്ലാവരും ഈശ്വര ഭജനം ജപിക്കണം. ഈശ്വര ഭജന ജപാദികൾ കൊണ്ട് നമ്മളെ ജീവിച്ചിരിക്കുന്ന ആ ജീവൻ, ആ പ്രാണൻ, അല്ലെങ്കിൽ നമ്മളിൽ കുടികൊള്ളുന്ന ആ മഹാത്മാവ് സന്തോഷിക്കണമെങ്കിൽ അപ്രകാരമുള്ള ധ്യാന ജപഭജനങ്ങൾ വേണ്ടതായിട്ടുണ്ട്. ദാനധർമാദികൾ വേണം. ദാനധർമ്മങ്ങൾ ചെയ്യണം. അപ്രകാരം മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ശ്രമിക്കണം. ഏവരും ശ്രദ്ധിക്കണം.